പരിപാടിയാണ് അത്. കല്യാണം കഴിക്കാൻ ഞാൻ ഫരീദാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ഡിസിഷനിൽ പോയതാണ് ഡൽഹിക്ക്. കാരണം വീട്ടിൽ കല്യാണങ്ങൾ പലതും ആലോചിച്ചു. അത് ഞാൻ മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വന്ന് കാണുന്നവർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു എന്നെ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമ്പോൾ ഞാനൊരു കച്ചക്കുരു കൊണ്ട് കൊടുത്തോട്ട് പാടത്ത് പിന്നെ പോത്തിനെ അടിക്കുകയോ അല്ലെങ്കിൽ കാളയ്ക്ക് വെള്ളം കൊടുക്കുകയോ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നോക്കിയപ്പോൾ നല്ല പണിക്കാരനാണ്. പെണ്ണ് കെട്ടിയാൽ ഇവളെ വാർത്താൻ ഒരു കുഴപ്പമില്ല. കുടുംബത്തിലെ ഏറ്റവും മൂത്തതാണ് ഞാൻ. സഹോദരങ്ങള് എല്ലാരും പഠിക്കുകയായിരുന്നു. ഞാനും എൻ്റെ 2 അനിയന്മാരും ഒരു പെങ്ങളും, ഇത്രയും പേരുണ്ട്. അവര് കൃഷിക്കാരാ. എല്ലാരും ഉണ്ട് അവിടെ. അത് ഒരു 10-15 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിനകത്ത് റബ്ബറുണ്ട്, പിന്നെ പാടമുണ്ട്. കൃഷി ചെയ്യാൻ, കപ്പയിടാനും കാച്ചിൽ നടാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പണിയാനാണ് എന്നെ ഉദ്ദേശിച്ചത്. ഞാനും അതിന് തന്നെയാണ് മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു വന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അവിടെ പോയി ജോലി ചെയ്തു, വർഷത്തിലൊന്ന് വരും, അവധിക്ക് വരും. അന്ന് ഇച്ചായൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചു അനിയന്മാര് പഠിക്കുകയാണ്, അവര് നല്ല നിലയിൽ പോകണമെങ്കിൽ ഇച്ചായൻ തന്നെ കിടന്ന് കഷ്ടപ്പെട്ടാൽ ശരിയാകത്തില്ല. അതിനാണ് ഞാൻ മിലിറ്ററി വിട്ടു പോകുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പണിയൊക്കെ ആയി കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് 10 പൈസ ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമ്പോഴേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് പൈസയ്ക്ക് നിനക്ക് എന്നാ പ്രയാസം? അതിനോട് പൈസ ഇപ്പോൾ 10 വേണമെന്ന് പറഞ്ഞാൽ 10 തരും. കണക്കൊന്നും ചോദിക്കല്ല. നീ 10 എണ്ണ എടുത്തു, അല്ലെ 15 എണ്ണ എടുത്തു, അല്ലെ എന്തിനാ പൈസ എന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ ഞാൻ ജോലി ചെയ്ത് ഇൻഡിപെൻഡൻ്റായിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഓരോ കാര്യത്തിനും പൈസ ചോദിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയല്ല. ഇപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. നമ്മുടെ ഒരു കൂട്ടുകാരനെ വഴിക്ക് വെച്ച് കണ്ടു. ഒരു കാപ്പി മേടിച്ച് കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചായനോട് പൈസ മേടിച്ച് വേണം ഇത് കൊടുക്കാൻ. അപ്പം അങ്ങനെ എനിവേ ആ സമയത്ത് കല്യാണങ്ങളൊക്കെ ആലോചിച്ച്, കല്യാണം പലതും ആലോചിച്ചു. ഒന്നും വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി. അത് കഴിഞ്ഞ് ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്ന് അവിടെ 2-3 വർഷം ജോലി ഇല്ലാതെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് ഫരീദാബാദിൽ ജോലി കിട്ടി. ഒരു ഫാക്ടറിയിലാണ് ആദ്യം സ്റ്റോർ കീപ്പറായിട്ട് കിട്ടി. അവിടുത്തെ ഒരു എഞ്ചിനീയറുമായിട്ട് വഴക്കുണ്ടാക്കി റിസൈൻ ചെയ്ത് വെച്ച് അവിടുന്ന് പോയി. 3 വർഷം എന്തുകൊണ്ടാണ് എടുത്തത് ജോലി കിട്ടാൻ? മിലിറ്ററിയിലായിരുന്നു, ഹിന്ദി അറിയാം, പിന്നെ ഡൽഹിയിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് എന്തായിരുന്നു? ആ ജോലി എവിടെയാ കിട്ടുന്നത്? ജോലിയിൽ അവിടെയൊന്നും പിന്നെ അവിടെയൊക്കെ ജോലിക്ക് വലിയ വിഷമം. അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആള് വേണം. ട്രേഡ് ഉണ്ട്. നമുക്ക് ട്രേഡ് ഒന്നും ഇല്ല. നമുക്ക് മിലിറ്ററി എക്സ്പീരിയൻസ് എന്നുള്ളൂ. പിന്നെ ഗവൺമെന്റിലൊക്കെ ചെന്ന് വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ മിലിറ്ററിക്കാർക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് കിട്ടും. അല്ലാതെ കിട്ടാനൊന്നും ബുദ്ധിമുട്ടാണ്. ജോലിക്ക് അന്നും ഈ പറഞ്ഞ പോലെ റെക്കമെൻഡ്, ഈവൻ മിലിറ്ററി കിട്ടാൻ വിഷമാണല്ലോ. എനിക്ക് മിലിറ്ററിയിൽ ആരും റെക്കമെൻഡേഷൻ ഒന്നുമില്ല. ഞാൻ ആർമി ഓർഡിനൻസ് കോർന്നു. അതിന്റെ ഇന്റർവ്യൂ ബാംഗ്ലൂരിലായിരുന്നു. ട്രെയിനിങ് സെക്കൻഡറാബാദിലായിരുന്നു. സെക്കൻഡറാബാദിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജബൽപൂർ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെക്കൻഡറാബാദിലാണ് പോസ്റ്റിങ്. ഫസ്റ്റ് പോസ്റ്റിംഗ് ജബൽപൂർ ട്രെയിനിങ്ങിന് പോയി. അത് കഴിഞ്ഞ് പിന്നെ 4 വർഷം ചെയ്ത് ഇവിടെ സെക്കൻഡറാബാദിൽ തന്നെയായിരുന്നു. ഡൽഹിക്ക് പോയാൻ കാര്യമൊന്നുമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ പോയി. പിന്നെ നമ്മുടെ ഒരു കൊച്ചമ്മയാണ്. ഡൽഹി പോയത് അത് മിലിറ്ററി ഒക്കെ കഴിഞ്ഞാ പോയെന്ന്. വേറെ സ്ഥലം എവിടെയാ ഉള്ളത് പോകാൻ?
നമുക്ക് ബാംഗ്ലൂർ അറിയായിരുന്നു. ബാംഗ്ലൂർ അറിയത്തില്ല. ഇതിന് ബാംഗ്ലൂരിൽ നമ്മൾ ഒരു ദിവസം ചെന്നു, പിറ്റേ ദിവസം അവിടെ നിന്ന് റിക്രൂട്ടായി പോയി. ബാംഗ്ലൂരിനെ പറ്റി ഒന്നും അറിയത്തില്ല. സെക്കൻഡറാബാദ് ചെന്ന് കഴിഞ്ഞാൽ മിലിറ്ററി ആയ മുഴുവൻ, അല്ലാതെ അവിടെ വേറെ ആരും നമുക്ക് പരിചയമുള്ളവരൊന്നുമില്ല. പിന്നെ ഡൽഹിയിൽ എൻ്റെ ഫാദറിൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് നാൾ താമസിച്ചു. കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫരീദാബാദിൽ ജോലി കിട്ടി. അങ്ങനെ ഫരീദാബാദിൽ പോയത്. കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. അവിടെ 3-4 വർഷം ഇങ്ങനെ കഴിഞ്ഞു. അതിനോടിടയ്ക്ക് എൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ഇളയതാണ്. അവിടെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഞാൻ നാട്ടിൽ പോയി. 4 ദിവസത്തേക്കിനാണ് പോയത്. കല്യാണത്തിൻ്റെ തലേദിവസം ചെന്നു, കല്യാണം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാനിങ്ങ് പോന്നു കഴിഞ്ഞ് ഈ അളിയൻ ഭാര്യയെ കെട്ടിയ പുള്ളി, അവൻ എയർഫോഴ്സിലായിരുന്നു. പുള്ളി എയർഫോഴ്സിലായിരുന്നു. പുള്ളി എനിക്ക് പലപ്പോഴും ലെറ്റർ അയക്കും, ഞാൻ മറുപടി ഒന്നും അയക്കത്തില്ല. അങ്ങനെ ഇരുന്ന് പുള്ളി ഒരിക്കൽ UP-യിൽ പോസ്റ്റിങ് വന്നപ്പം പുള്ളി അവിടുന്ന് എൻ്റെ അഡ്രസ്സിൽ തിരക്കി പിടിച്ച് അവിടെ വന്നു. എൻ്റെ അഡ്രസ്സില്ലായിരുന്നു, കൊച്ചമ്മയുടെ അഡ്രസ്സിൽ വന്ന് ഡൽഹിയിൽ വന്ന പുള്ളി എന്നെ കുറേ ദിവസം ഉപദേശിച്ചു. കല്യാണം കഴിക്കുന്നതിനെ പറ്റി ഉപദേശിച്ചു. പുള്ളി 2 റമ്മും ഒക്കെ തന്നു. അതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ കല്യാണം കഴിക്കുമ്പം എവിടെയാ, പുള്ളി നാട്ടിൽ പോയി കഴിഞ്ഞ് അവിടെ വെച്ച് കല്യാണം ആലോചിച്ചു. കഴിഞ്ഞ് 3-4 പെണ്ണുങ്ങളെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, നീ കണ്ടിട്ട് ഏതാ നാട്ടിൽ, പിന്നല്ല നാട്ടിൽ പോയ ഇങ്ങനെ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അത് നമുക്ക് ഒരു അടുത്ത സെക്കൻഡിൽ പറയാവേ.